മത്സ്യബന്ധനത്തിനിടെ കാണാതായ 3 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പുല്ലുവിള സ്വദേശി ജോൺ, മുതലപ്പൊഴി സ്വദേശി ഷിജിൻ, നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണ എന്നിവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. 12 ദിവസം പിന്നിട്ടിരിക്കെയാണ് തെരച്ചിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് അഭിലാഷും അതോടൊപ്പം തന്നെ വിനീഷും ആണ് ചേരുന്നത്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നത് ദുഃഖകരമാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ? അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉള്ള പ്രത്യേകത, നേവിയുടെ കൽപ്പേനി എന്ന് പറയുന്ന കപ്പൽ കൂടി തെരച്ചിലിന് വേണ്ടി മുതലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഈ കപ്പലിന്റെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുലിമുട്ട്, അഴിമുഖം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക്, ആ ഭാഗങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നത് സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ ഈ പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് പരിശോധന നടത്തണമെന്നായിരുന്നു പ്രദേശവാസി മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും ഒക്കെ ആവശ്യം. എന്നാൽ പ്രതികൂലമായ സാഹചര്യത്തിൽ സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് സാധ്യമല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ INS കൽപ്പേനി എന്ന കപ്പലെത്തിയതും ഈ ഭാഗത്ത് തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ തീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഴക്കടലിലും തമിഴ്നാട് ഭാഗങ്ങളിലേക്ക്, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലേക്കുമുള്ള തെരച്ചിലും മറൈൻ എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ദിവസം പരിശോധനയിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് വ്യാപകമായ രീതിയിൽ തന്നെ കാര്യക്ഷമമായുള്ള പരിശോധന നടക്കുന്നുണ്ട്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.